കർത്താവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ശനിയാഴ്ച രാത്രിയിൽ പ്രാർത്ഥന കൂട്ടായ്മ എന്ന പേരിൽ, മധ്യസ്ഥ പ്രാർത്ഥന എന്ന പേരിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ മീറ്റിംഗിൽ സന്നിഹിതരായിരിക്കുന്ന ദൈവമക്കൾ, കർത്തൃദാസന്മാർ എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ രാത്രിയിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മൾ എല്ലാവരെയും ധാരാളം സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയവും അത് തന്നെ ആകട്ടെ എന്ന് ഞാൻ കരുതി. സ്തോത്രം. ഇന്റർസെക്ഷൻ പ്രയർ എന്നാണല്ലോ സൂം ലിങ്കിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം വളരെ ബൃഹത്തായ വിഷയമാണ്. ഇന്നത്തെ രാത്രി കൊണ്ട് ഇത് കഴിയത്തില്ല. ഞാനതിൻ്റെ ഒരു ചെറിയ മുഖവുര മാത്രം പറയുന്നുള്ളൂ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റ് ദിവസങ്ങൾ നമുക്ക് അതിന്റെ ബാക്കി ഭാഗം ചിന്തിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായം. പതിനെട്ട് മുതൽ 24 നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ഈ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തകൾക്ക് ആധാരമായ ഭാഗം. അതിൽ ഒരു വാക്യം മാത്രമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിക്കും. ഇവിടെ പ്രാർത്ഥന എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ വിഷയത്തിന്റെ വിശദമായ ഒരു പഠനത്തിന് വേണ്ടിയാണ് 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ ആവശ്യകത. നമുക്ക് ഇന്നിപ്പം 18-ാം വാക്യം മതി. താഴേക്കുള്ള ഭാഗങ്ങൾ നമുക്ക് വരുന്ന പഠനങ്ങളിൽ ആവശ്യമായി വരും. സ്തോത്രം. 18-ാം വാക്യം തുടങ്ങുന്നത് ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഈ 18-ാം വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രധാന കാര്യങ്ങൾ കാണുന്നുണ്ട്. ആ കാര്യങ്ങൾ അറിഞ്ഞാലേ ഈ 18-ാം വാക്യത്തിന് പ്രത്യേകതയുള്ളൂ. എന്താണ് 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രധാന കാര്യങ്ങൾ പൗലോസ് പറയുന്നു? ഒന്നാമത്തെ കാര്യം, നാം ഒരു ആത്മീക പോരാട്ടത്തിലാണ്. അതാണ് പൗലോസ് പറയുന്നത്. നാം ഒരു ആത്മീക പോരാട്ടത്തിലാണ്. സ്തോത്രം. രണ്ടാമത് പൗലോസ് ഈ ഭാഗത്ത് പറയുന്നു, നമുക്കൊരു ശത്രു ഉണ്ടെന്നും ആ ശത്രുവിനോടാണ് നമ്മുടെ പോരാട്ടമെന്നും പൗലോസ് പറയുന്നു. മൂന്നാമത് പൗലോസ് പറയുന്നു, ആ ആത്മീക പോരാട്ടത്തിൽ നാം ധരിക്കേണ്ട ആയുധങ്ങളെ കുറിച്ച് 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വിശദമാക്കുന്നു. അപ്പോൾ 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ
നാം ഒരു ആത്മീക പോരാട്ടത്തിലാണെന്നും, 2 നമുക്കൊരു ശത്രുവുണ്ടെന്നും, 3 ഈ ആത്മീക പോരാട്ടത്തിൽ നാം ധരിക്കേണ്ട ആയുധങ്ങൾ എന്തൊക്കെയാണെന്നും പൗലോസ് പറഞ്ഞു നിർത്തിയിട്ടാണ് 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, സ്തോത്രം, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എന്നെ ഈ വാക്യം വളരെ സ്ട്രൈക്ക് ചെയ്തതിന്റെ കാരണം, എഫേസ്യ ലേഖനത്തിന്റെ ഓരോ അധ്യായങ്ങളിലും വിശ്വാസിയുടെ പൊസിഷൻ വ്യത്യസ്തമാണ്. 1-ാം അധ്യായത്തിൽ വിശ്വാസി ക്രിസ്തുവിലാണ്, 2-ാം അധ്യായത്തിൽ വിശ്വാസി സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു, 3-ാം അധ്യായത്തിൽ വിശ്വാസി സഭയ്ക്കകത്താണ്, 4-ാം അധ്യായത്തിൽ വിശ്വാസി ലോകത്തിലാണ്, 5-ാം അധ്യായത്തിൽ വിശ്വാസി കുടുംബത്തിലാണ്, 6-ാം അധ്യായത്തിൽ വിശ്വാസി പോർക്കളത്തിലാണ്. ആട്ടെ, പോർക്കളത്തിൽ ആയിരിക്കുന്ന ഒരു പടയാളി ഈ ആത്മീക പോരാട്ടത്തിൽ ധരിക്കേണ്ട ആയുധങ്ങൾ, ആ ആയുധങ്ങളെ കുറിച്ചാണ് 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഈ ആയുധങ്ങളാൽ ആത്മീക പോരാട്ടത്തിൽ ആയിരിക്കുന്ന ഒരു പടയാളി കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആള് സുരക്ഷിതനാണ്. ഫോർ എക്സാമ്പിൾ പറയാം, ബുള്ളറ്റ് പ്രൂഫിന്റെ ഒരു കാറയിലോ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെന്താ പേടിക്കാൻ? യു ആർ ഓൾറെഡി സേഫ്. അങ്ങനെയാണെങ്കിൽ പൗലോസിനോട് എനിക്കൊരു ചോദ്യം. താങ്കൾ പറഞ്ഞു നമ്മൾ 1 ആത്മീക പോരാട്ടത്തിലാണ്, 2 നിങ്ങൾക്കൊരു ശത്രുവുണ്ട്, 3 ആ ശത്രുവിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വിലപ്പെട്ട 1 അല്ല 6 തരത്തിലുള്ള ആയുധവർഗം, സർവായുധവർഗത്തെ നിങ്ങൾക്ക് ധരിക്കാനും തന്നിരിക്കുക. യു ആർ സേഫ് ഓൾറെഡി. അങ്ങനെയാണെങ്കിൽ പൗലോസിനോടൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് താങ്കൾ ഈ ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞ് നിർത്തിയിട്ട് ഉടനെ പറഞ്ഞത് ഏതു നേരത്തും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം? സ്തോത്രം. അപ്പോൾ പൗലോസ് പറഞ്ഞു, വാസേ അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ ആ 18-ാം വാക്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി, 3 പ്രാവശ്യം പ്രാർത്ഥന എന്ന ഒരു പദം പറയുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്ര വലുതാന്നുള്ളത് നിങ്ങൾ നോക്കണം. സ്തോത്രം. അപ്പൊ എനിക്ക് ഈ ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞു നിർത്തിയിട്ട് പൗലോസ് ഉടനെ 18-ാം വാക്യത്തിൽ പറയുന്നു ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും യുദ്ധം എന്താണെന്നറിയാമോ? പ്രാർത്ഥനയാണ്. പല ആളുകളും മോളിൽ പറഞ്ഞ ആയുധങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് ഈ 6 സർവായുധവർഗം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രാർത്ഥന ഇല്ലെങ്കിൽ യു ആർ നോട്ട് ഇൻ സേഫ്. നിങ്ങൾ സേഫ് അല്ല, നിങ്ങൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ്. സ്തോത്രം. പ്രാർത്ഥിക്കാത്ത ഒരു വിശ്വാസി ഒരിക്കലും പോരാടുന്നില്ല. സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ശത്രു വരുന്നത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് എന്താ പറഞ്ഞത്? ശത്രു വരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്, ശത്രു വരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് കൂടെ പറഞ്ഞു, പണ്ട് ഒരു കർഷകൻ ഉണ്ടായിരുന്നു, ശത്രു വന്നപ്പോൾ പുള്ളി കൂർക്കം വലിച്ചുറങ്ങുക. പലരുടെയും ജീവിതത്തിൽ ശത്രു വരുമ്പോൾ ഉറക്കവാ. ശത്രു എന്ത് ചെയ്തു? കള വിതച്ചിട്ട് പോയി കളഞ്ഞു. അതേസമയം ഉണർന്നിരുന്നായിരുന്നെങ്കിൽ
കള വിതയ്ക്കാനുള്ള ഇടം കൊടുക്കാതിരിക്കാമായിരുന്നു. ഇപ്പൊ ഇരട്ടി ജോലിയാ, ഉറങ്ങിയതുകൊണ്ട് ഇരട്ടി ജോലിയാ. എന്താ, ഓൾറെഡി കള വിതച്ചു പോയി, പറിച്ചു കളയാൻ പറ്റുമോ? പറിച്ചാൽ കൂടെ ഉള്ളത് നല്ലതും പോകും. അതുകൊണ്ട് കൊയ്ത്തോളം രണ്ടും വളരട്ടെ എന്ന് വെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ആ ഒരു അവസ്ഥയിലേക്ക് വരാതെ ഉണർന്നിരുന്നിരുന്നെങ്കിലോ? കർത്താവ് പറഞ്ഞു, ശത്രു വരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഇംഗ്ലീഷിൽ വാച്ച് ആൻഡ് പ്രയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാച്ച് ആൻഡ് പ്രയർ, മനോഹരമായ രണ്ട് പദങ്ങളാണ്. വാച്ച് ആൻഡ് പ്രയർ. അതെ, കർത്താവ് ഈ ഉണർന്നു പ്രാർത്ഥിപ്പീൻ, വാച്ച് ആൻഡ് പ്രയർ എന്ന് കർത്താവ് പറഞ്ഞ സാഹചര്യം എന്താണ്? നമുക്കറിയാം, ഗെത്സമനത്തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുക. കർത്താവിനെ പിടിക്കാൻ വേണ്ടി റോമൻ പടയാളികൾ അടങ്ങുന്ന കർത്താവിന്റെ ശത്രുക്കളായ ഒരു സംഘം ഗെത്സമനയിലേക്ക് വരികയാണ്. ആ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഗെത്സമനയിലേക്ക് ചെല്ലുകയാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇന്നലെ ഇരുന്ന് ചിന്തിച്ചു. ഗെത്സമനത്തോട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം ഒരു തോട്ടത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുടങ്ങിയത്. ആ തോട്ടത്തിൽ ആദ്യത്തെ ആദം തോറ്റുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ തോട്ടം സാധാരണ തോട്ടമല്ലായിരുന്നു. ദൈവത്തിന്റെ കാൽപെരുമാറ്റത്തിന്റെ ശബ്ദം എല്ലാ ദിവസവും ഈവനിങ് കേട്ടുകൊണ്ടിരുന്ന ഒരു തോട്ടമായിരുന്നു. പക്ഷെ ആ തോട്ടത്തിൽ ആദ്യത്തെ ആദം തോറ്റുപോയി, അധികാരം നഷ്ടപ്പെട്ടവനായപ്പോൾ ഇവിടെ ഇതാ മറ്റൊരു തോട്ടം, ഗെത്സമനത്തോട്ടം. ആ തോട്ടത്തിൽ ഒടുവിലത്തെ ആദാം ആദ്യത്തെ ആദാമിനെ തോൽപ്പിച്ച സാത്താനെ ജയിക്കുന്ന രംഗമാണ് നാം കാണുന്നത്. സ്തോത്രം. കർത്താവിൽ ചിലരോടൊക്കെ പറയുന്നു, ഇന്നലകളിൽ പിതാക്കന്മാരെ പരാജയപ്പെടുത്തിയ പൈശാചിക തലങ്ങളെ ആത്മാവിൽ ജയിക്കാൻ നിനക്ക് ദൈവം ഒരു പ്രാർത്ഥനയുടെ തോട്ടം ഒരുക്കി തരാൻ പോകുകയാണ്. സ്തോത്രം. ഇന്നലകളിൽ നിന്റെ കുടുംബത്തിൽ പലരെയും പിടിതെറിഞ്ഞ പൈശാചിക തലങ്ങളെ ആത്മമണ്ഡലത്തിൽ ജയിക്കാൻ ദൈവം നിനക്ക് ഒരു പ്രാർത്ഥനയുടെ തോട്ടം റെഡിയാക്കി തരികയാണ്. ഈ ഭാഗം നമ്മൾ പഠിച്ചാൽ ഗെത്സമനയുടെ തോട്ടത്തിൽ കർത്താവ് 11 ശിഷ്യന്മാരുമായിട്ടാണ് പോകുന്നത്. കർത്താവ് അതിൽ 8 ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യാം? മടങ്ങി വരാം. കർത്താവ് അത് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്താ അറിയോ? അബ്രഹാം ഇസഹാക്കുമായി യാഗം കഴിക്കാൻ പോയപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും കൂടെ പോയി യാഗം കഴിച്ചിട്ട് വരാം. സ്തോത്രം. പഴയ നിയമത്തിലെ ഒരു യാഗമാണത്. കർത്താവ് പറഞ്ഞത് പ്രാർത്ഥനയെ കുറിച്ചാണ്. കർത്താവ് ആത്മാവിൽ കണ്ടു തന്നെ പിടിക്കാൻ പടയാളികളും ശത്രുക്കളും വരുന്ന കാഴ്ച കർത്താവ് കണ്ടു. അപ്പോൾ കർത്താവ് അതുകൊണ്ട് തന്റെ കൂടെ സ്പെഷ്യലായി കൊണ്ടുപോയ 3 സംഘം, അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. എന്താ കാര്യം? ശത്രു വരുന്നുണ്ട്, ശത്രു വരുന്നുണ്ട്. അതുകൊണ്ട് വാളെടുത്ത് വെട്ടണമെന്നല്ല കർത്താവ് പറഞ്ഞത്. പിന്നെ ശത്രു വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഈ സാഹചര്യത്തിലാണ് കർത്താവ് പറഞ്ഞത്, ഉണരുക, പ്രാർത്ഥിക്കുക, ഉണരുക, പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെയും കർത്താവ് ചിലരോട് പറയുന്നു, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലേക്കൊക്കെ നീ കിടക്കുമ്പോൾ ശത്രു വരുന്നുണ്ട്. പലതരം ലക്ഷ്യമിട്ടുകൊണ്ട് അവൻ വരുന്നുണ്ട്. പിന്തുടരുമെന്നും പിടിക്കുമെന്നും നിന്റേത് കൊള്ളയായി കൊണ്ടുപോകുമെന്നും അറുക്കുമെന്നും മുടിക്കുമെന്നും ഒക്കെ പറഞ്ഞ് പിശാച് വരുന്നുണ്ട്, ശത്രു വരുന്നുണ്ട്. അതിന്റെ നടുവിൽ പോറലും ഡാമേജും ഏൽക്കാതിരിപ്പാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, വാച്ച് ആൻഡ് പ്രയർ, ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഞാനിവിടെ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ ഈ 18-ാമത്തെ വാക്യം മാത്രം ഇന്നൊന്ന് ശ്രദ്ധിച്ചാൽ,
ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഒരു പരാമർശം, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ള ആ പരാമർശം, പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്ര വലുതാണെന്നുള്ളതാണ് നമ്മെ വിളിച്ചറിയിക്കുന്നത്. സ്തോത്രം. പ്രിയരെ, ഈ എഫേസ്യ ലേഖനം നിങ്ങൾ 6 അധ്യായം വായിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ലേഖനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരാഗ്രഹത്തിൽ കിടന്ന് താൻ എഴുതുമ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്ര വലുതാണെന്നുള്ളത് പൗലോസ് ഈ എഫേസ്യ ലേഖനത്തിന്റെ 6 അധ്യായങ്ങളിലൂടെ പറയുന്നുണ്ട്. സ്തോത്രം. ഇനി നമ്മൾ ആ ചിന്തയിലോട്ട് വരുമ്പം 6-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ 6 വിധത്തിലുള്ള ആയുധങ്ങളെ കുറിച്ച് ഒരു പോരാളി, ഒരു ആത്മിക പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പോരാളി ധരിക്കേണ്ട 6 വിധത്തിലുള്ള ആയുധങ്ങളെ കുറിച്ച് പറയുകയാണ്. ആ 6 വിധത്തിലുള്ള ആയുധങ്ങളെ കുറിച്ച് 14-ാം വാക്യത്തിൽ തുടങ്ങി 17-ാം വാക്യത്തിൽ പറഞ്ഞവസാനിപ്പിച്ചതിന് അനന്തരം ഉടനെ 18-ാം വാക്യത്തിൽ പൗലോസ് വളരെ ഗൗരവമായി പറയുകയാണ്. സ്തോത്രം. നിങ്ങൾ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ജാഗരിക്കണം. അപ്പോൾ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞത് മുകളിൽ പറഞ്ഞ 6 വിധ ആയുധങ്ങളുടെ കൂട്ടത്തിലുള്ള 7-ാമത്തെ ഒരു ആയുധമല്ല. പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ 6 വിധ ആയുധങ്ങൾ കൂടാതെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ഒരു ആയുധമല്ല. പിന്നെ എന്താണ് പ്രാർത്ഥന? ഒറ്റ വാക്കിൽ പറയാം, ഈ 6 വിധ ആയുധങ്ങളെയും ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. നിങ്ങളുടെ തലയ്ക്കകത്തോട്ട് കയറിയോന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. കാരണം കുറച്ചെങ്കിലുമൊക്കെ സംഗതി മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് പിടികിട്ടുള്ളൂ. 6 ആയുധങ്ങൾ ധരിച്ചത് കൊണ്ട് നീ രക്ഷപ്പെടത്തില്ല. പിന്നെ ഈ ആയുധങ്ങൾ ചലിക്കണമെങ്കിൽ ആയുധങ്ങൾക്കാവശ്യം പ്രാർത്ഥനയാണ്. റോക്കറ്റ് ഉള്ളത് കൊണ്ട് കാര്യമില്ല. അതിൽ ഇന്ധനം കത്തിച്ചാലേ അത് പോകേണ്ടതുപോലെ പോകൂ, എത്തേണ്ടടുത്ത് എത്തും. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല ഇന്ന്. കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആകെ അസ്വസ്ഥപ്പെടും. അതുകൊണ്ട് ഞാനൊരു മുഖവര മാത്രമേ പറയുന്നുള്ളൂ ഇന്ന്. സ്തോത്രം. എന്താണ് നമ്മളവിടെ പറയുന്ന ഈ 6 ആയുധങ്ങൾ? ഞാൻ 6 ആയുധങ്ങളെ കുറിച്ചൊന്നും പറയാൻ സമയമില്ല. 2 ആയുധങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തെ ആയുധം എന്താണ് അവിടെ പറയുന്നത്? ഒന്നാമത്തെ ആയുധം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഒന്നാമത്തെ ആയുധം അരയ്ക്ക് സത്യം കെട്ടുക. അതാണ് ഒന്നാമത്തെ ആയുധം. എന്ന് പറഞ്ഞാൽ സത്യം എന്ന ബെൽറ്റ്. പ്രാർത്ഥിക്കുന്നവൻ എന്തുണ്ടായിരിക്കണം? സത്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ ദാവീദ് പറഞ്ഞത്, കുറ്റമില്ലായ്മയിൽ ഞാൻ കൈ കഴുകിയെന്നും എന്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യങ്ങൾ കരുതിയിരുന്നെങ്കിൽ യഹോവ എന്റെ പ്രാർത്ഥന കേൾക്കയില്ലായിരുന്നു എന്നൊക്കെ. അപ്പം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് സത്യമുണ്ടോ എന്ന് പരിശോധിക്കണം. ചിലർക്ക് സത്യമൊന്നുമില്ല, പക്ഷെ പ്രാർത്ഥന ഭയങ്കരമാണ്. ഒന്നാമത്തെ ആയുധമാണ് സത്യം എന്ന ബെൽറ്റ്. ഞാൻ ഇവിടെ നിങ്ങളോട് കാര്യം പറയാം. സത്യം എന്ന ബെൽറ്റ് അണിഞ്ഞാൽ മാത്രം പോരാ, നാം പ്രാർത്ഥിക്കണം. അതിന്റെ ചിലർ ചോദിക്കാറുണ്ട്, പാസ്റ്ററേ, ഞാൻ ആരുടെയും വക്രിച്ചൊന്നും എടുത്തിട്ടില്ല, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം കൂടെ ആളോട് പറഞ്ഞു, എന്റെ കയ്യിൽ അനാവശ്യമായ ഒരു രൂപ വന്നിട്ടില്ല. ചിലരുടെ വിചാരം സത്യമുണ്ട്, ആ സത്യമുള്ളത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, സത്യമെന്ന ബെൽറ്റ് അണിഞ്ഞാൽ മാത്രം പോരാ ബ്രദർ, അത് അണിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ആ സത്യത്തെ ചലിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്.
അല്ലെങ്കിൽ നീ അണിഞ്ഞ സത്യം കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇനി രണ്ടാമത്തെ ആയുധം എന്താ? നീതി എന്ന കവചം. നീതി എന്ന കവചം. നമ്മൾ ധരിച്ചിരിക്കുന്ന നീതി പ്രവർത്തനോന്മുഖമാകണമെങ്കിൽ, കർമ്മനിരതമാകണമെങ്കിൽ നീതി ധരിക്കുക മാത്രം ചെയ്താൽ പോരാ. അതോടൊപ്പം ഏതു നേരത്തും പ്രാർത്ഥനയിൽ ആയിരിക്കണം. ഇങ്ങനെ ബാക്കിയുള്ള 4 ആയുധങ്ങൾ നിങ്ങൾ പരിശോധിച്ചാലും ഈ ആയുധങ്ങളെല്ലാം കർമ്മനിരതമാകണമെങ്കിൽ, ഈ ആയുധങ്ങളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ, ആയുധം ചലനോന്മുഖമായി തീരണമെങ്കിൽ ഏതു നേരത്തും പ്രാർത്ഥനയിൽ പോരാടണം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ഒരാളുടെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, ആ ആളുടെ കൂടെ ഞാൻ ഇത്രയും കാലം നടന്നതാണ്, അദ്ദേഹത്തെ പോലെ വിശുദ്ധനായിട്ട് മനുഷ്യനില്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരു അനർത്ഥം ഉണ്ടായ, ആൾ മരിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിന് ഇത്രയും കാലം അദ്ദേഹം നയിച്ച ജീവിതം, വിശുദ്ധി, ഇതൊന്നും പ്രൊട്ടക്ട് ചെയ്തില്ലല്ലോ. അത് കേട്ടോണ്ടിരുന്ന ആ പാസ്റ്ററുടെ സെൻട്രലുള്ളൊരു സെക്ഷൻ പ്രൊസിക്യൂട്ടറാണ്. അദ്ദേഹം എന്നെ പറഞ്ഞ മറുപടി, ഞാൻ അദ്ദേഹനോട് ഈ പല പ്രാവശ്യം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അത് മാത്രം വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ മറുപടി പറയേണ്ടി വന്നില്ല. മനസ്സിലായില്ലേ? യുദ്ധക്കളത്തിൽ നീ നിൽക്കുക, നീ നിൽക്കുന്ന സ്ഥലം യുദ്ധക്കളമാണ്. നീ അണിഞ്ഞിരിക്കുന്ന ആയുധങ്ങൾ ചലിക്കണമെങ്കിൽ, ആ ആയുധങ്ങൾ കർമ്മനിരതമാകണമെങ്കിൽ, ആ ആയുധങ്ങൾ പ്രയോജനപ്രദമാകണമെങ്കിൽ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. അത് മാത്രം പോരാ, പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനുവേണ്ടി ജാഗരിക്കുക കൂടെ ചെയ്യുക. സ്തോത്രം. അപ്പോൾ ഈ 6 ആയുധങ്ങളുടെ കൂടെ ഈ 6 ആയുധങ്ങളെ ചലിപ്പിക്കാൻ ഉപയോഗിക്കേണ്ടതാണ് പ്രാർത്ഥന. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞ ഒരു ഉപമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ഈ രാത്രിയിലെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. സ്തോത്രം. ഏതു നേരത്തും എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്നാണ്. ഈ ചില ജീവികളുണ്ട്, അതിനെ ഇംഗ്ലീഷിലൊക്കെ ആംഫീബിയൻസ് എന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്രത്യേകതരം ജീവികളാണ്. ആ ജീവിയുടെ പ്രത്യേകത, അതിന് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ അപൂർവ ജീവികളെ ഞാൻ കണ്ടിട്ടുണ്ട്, കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. അത് ഈ ആംഫീബിയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആനിമൽസാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കരയിൽ ജീവിക്കുന്നതിലും വെള്ളത്തിലും ജീവിക്കും, രണ്ടിടത്തും ജീവിക്കാനുള്ള എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. പക്ഷെ കരയിൽ ജീവിക്കുന്നതിലും വെള്ളത്തിൽ ജീവിക്കുന്നതിലും പ്രാണവായു വേണം. കരയിൽ ജീവിക്കാനും വെള്ളത്തിൽ ജീവിക്കാനും നിനക്ക് കഴിവുണ്ടെങ്കിലും പ്രാണവായു ഉണ്ടെങ്കിൽ നിന്റെ ബ്രീത്തിങ് നടക്കും. ഇതുപോലെയാണ് ഒരു ഭക്തന് പ്രാർത്ഥന. എന്തെല്ലാം കഴിവ് നിന്നിലുണ്ടെങ്കിലും ഒരു ഭക്തന്റെ ശ്വാസോച്ഛ്വാസമാണ്, പ്രാണവായുവാണ് പ്രാർത്ഥന. സൂം മീറ്റിംഗ് ഉള്ളപ്പോൾ മാത്രം
വന്നിരുന്ന് വേദപുസ്തകത്തിലെ മൊത്തം വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് കമന്റ് ഒന്നും പറയാനില്ല. പിന്നെ എന്റെ ശ്വാസോച്ഛ്വാസമാണ് പ്രാർത്ഥന എന്നുള്ളത് മനസ്സിലാക്കി ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. പൗലോസ് പറഞ്ഞു, എനിക്ക് ബുദ്ധിയിലും പ്രാർത്ഥിക്കാൻ അറിയാം, ആത്മാവിലും അറിയാം, രണ്ട് രീതിയിലും കഴിയും. പക്ഷെ ഇവിടെ പറയുന്നത് ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ അവിടെ അതിലേക്ക് വരുന്നില്ല, അതിലേക്കൊക്കെ നമുക്ക് പിന്നാലെ വരും. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം. എല്ലാവർക്കും ബൈ ഹാർട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം. സത്യത്തിൽ ആ പാസേജ് നമ്മൾ പ്രസംഗിക്കണമെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് നമുക്ക് ആ 1-ാം വാക്യം മാത്രം മതി. ആ പാസേജ് പ്രസംഗിക്കണമെങ്കിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കണം. എന്നാലാണ് അവിടെ ഒരു വിഷയം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആ വിഷയമല്ല നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1-ാം വാക്യം മാത്രം മതി. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഉപമ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു കേട്ടോ. കർത്താവ് ഒരിക്കൽ പോലും പറഞ്ഞില്ലല്ലോ പ്രസംഗിക്കുന്നതിൽ മടുത്തു പോകരുത്, പാടുന്നതിൽ മടുത്തു പോകരുത്. കർത്താവ് ആകെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നതിൽ മടുത്തു പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ ആദ്യം മടുപ്പ് വരാൻ സാധ്യത ഉള്ളത് എവിടെയാണെന്നറിയോ? ഇവിടെ മടുപ്പ് വന്നാലേ ലൈഫിൽ മറ്റു പല മേഖലകളിലും പ്രശ്നം വരത്തുള്ളൂ. അപ്പൊ പലരുടെയും പ്രശ്നത്തിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ വന്ന മടുപ്പാ. ഇവിടം ശരിയായാൽ ജീവിതവും ശരിയാവും. ഞാൻ എന്നെ കൂടെ ചേർത്ത ഈ പറയുന്നത്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അധികം ഒന്നും വേണ്ട, ഒരു ദിവസം 3 മണിക്കൂർ ടൈം ടേബിൾ പരമായി ക്രമീകൃതമായി നിങ്ങൾ ഡെയിലി പ്രാർത്ഥിച്ച് നോക്ക്. നിങ്ങളുടെ ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. പക്ഷെ കഴിയുമോന്ന് എനിക്കറിയത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയല. അതിന് നിങ്ങൾ ചിലപ്പോൾ സ്ട്രഗിൾ വായിക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്, റൂട്ട് കോസ് എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളുടെയും മൂലകാരണം പ്രാർത്ഥനയിൽ വന്ന മടുപ്പാണ്. ഞാൻ എന്നെ കുറിച്ച് പറയാമല്ലോ. ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഫാസ്റ്റിംഗ് 7 ദിവസം. ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഇൻട്രസ്റ്റ് കാണണമെന്നില്ല. പലപ്പോഴും ഞാൻ എന്നെ വാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പദം, ആ പദമാണ് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം മടുത്തു പോകാതെ, ആ പദമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. മടുത്തു പോകാതെ. മടുത്തു പോകാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ അർത്ഥം, സ്തോത്രം, എന്താണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം? മടുത്തു പോകാതെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം നോട്ട് ടു ഫെയിന്റ് എന്ന പദമാണ്. മടുത്തു പോകാതെ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന പദം ഫെയിന്റ് നോട്ട് എന്ന പദമാണ്. എന്താണ് ഈ ഫെയിന്റ് എന്ന വാക്കിന്റെ അർത്ഥം? ഫെയിന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരാൾ തളർന്നു വീഴുന്നെങ്കിൽ അതിന്റെ പേരാണ് ഫെയിന്റ്. അപ്പോൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞാൽ, മടുത്തു പോകാതെ എന്നതിന്റെ അർത്ഥം
ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരാളിൽ സംഭവിക്കുന്ന ആ തളർന്നു വീഴുന്ന അനുഭവത്തെയാണ് ഇവിടെ മടുത്തു പോകാതെ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെയിൽഡ് എന്ന വാക്കിനെ നമുക്ക് ലളിതവൽക്കരിച്ച് പറയാം: കുഴഞ്ഞു വീഴുക, തളർന്നു വീഴുക എന്ന അർത്ഥമാണ്. അങ്ങനെയാണ് ഈ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ അന്തരീക്ഷം വെച്ച് നമ്മൾ എവിടെ നിൽക്കുന്നത്? യുദ്ധക്കളത്തിലാണ്. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു പടയാളി തളർന്നു പോയാൽ, ക്ഷീണിച്ചു പോയാൽ, നിന്റെ പരാജയം നിന്റെ അടുത്താണ്. ശത്രുവിന്റെ മിന്നിത്തിളങ്ങുന്ന പടവാളുകൾ നിന്റെ ശിരസ് ഛേദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, ദൈവാത്മാവ് പറയുന്നു, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന, പോർക്കളത്തിൽ നിൽക്കുന്ന ഒരു പടയാളി എന്ന നിലയിൽ തളർന്നു വീഴാനും കുഴഞ്ഞു വീഴാനും ക്ഷീണിച്ചു വീഴാനുമുള്ള സാധ്യത കണ്ടിട്ട് ദൈവാത്മാവ് പറയുന്നു, ആ തളർച്ചയും ആ കുഴഞ്ഞു വീഴുന്ന അനുഭവവും ആ ക്ഷീണവും മാറ്റാനുള്ള ഏക ഔഷധമാണ് പ്രാർത്ഥന. സ്തോത്രം. പ്രിയരെ, നമ്മെ ക്ഷീണിപ്പിക്കുന്ന ശത്രു, നമ്മെ തളർത്തുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ കുഴഞ്ഞും തളർന്നും ക്ഷീണിച്ചും പോകുകയല്ല ചെയ്യേണ്ടത്. പിന്നെ നാം അവിടെ പ്രാർത്ഥന എന്ന ഔഷധം ഉപയോഗിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഈ മടുത്തു പോകാന്നുള്ള വാക്ക് ഭയങ്കര ഒരു പഠനമാണ്. ഈ വാക്ക് പഴയ നിയമവും പുതിയ നിയമവും കൂടെ ശ്രദ്ധിച്ചാൽ ഭയങ്കര പഠനമാണ് ഈ വാക്ക്. ഞാൻ കാട് കയറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഉദാഹരണത്തിന് 2 ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഓടിപ്പോകാം. ഒന്ന് നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ് യെശയ്യാ പ്രവചനം. യെശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിൽ നമ്മൾ സ്ഥിരം ഉച്ചരിക്കുന്ന ഭാഗമാണ്. 40-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യങ്ങൾ, 30-31 വാക്യങ്ങൾ. അവിടെ 31-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ. കാത്തിരിക്കണമെങ്കിൽ മടുപ്പുണ്ടാകാൻ പാടില്ല. കാത്തിരിക്കുന്നവർക്ക് എന്താണ് ലഭിക്കുന്നത്? അവർ ശക്തിയെ പുതുക്കും, അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് പറയാം: ഒരു ദൈവ പൈതൽ ഓടാനാണെങ്കിലും നടക്കാനാണെങ്കിലും പറക്കാനാണെങ്കിലും നിനക്കാവശ്യം ശക്തിയാണ്. ഒരു ദൈവ പൈതൽ, അതല്ലേ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. യെശയ്യാവ് 40:31 പറയുന്നത്, ഓടുക, നടക്കുക, പറക്കുക. 3 പദങ്ങളാണ് അവിടെ പറയുന്നത്: ഓടുക, നടക്കുക, പറക്കുക. അപ്പോൾ ഒരു വിശ്വാസി നടക്കാനാണെങ്കിലും ഓടാനാണെങ്കിലും പറക്കാനാണെങ്കിലും നിനക്ക് വേണ്ടത് ശക്തിയാണ്. ആ ശക്തി നിനക്ക് നൽകിത്തരുന്ന ഔഷധമാണ് പ്രാർത്ഥന. ഫെബ്രുവരി മാസത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ ഓടേണ്ട സ്ഥലങ്ങളിൽ ഓടാൻ, പറക്കേണ്ട മേഖലകളിൽ പറക്കുവാൻ, നടക്കേണ്ട സ്ഥലങ്ങളിൽ നടക്കുവാൻ, നീ കുഴഞ്ഞു വീഴുവാനും നിന്നെ തളർത്തിക്കളയാനും പിശാച് നിന്റെ പിന്നാലെ ചലിക്കുമ്പോൾ, ഓടേണ്ടിടത്ത് ഓടാൻ, നടക്കേണ്ടിടത്ത് നടക്കാൻ, പറക്കേണ്ടിടത്ത് പറക്കാൻ, പൊളിക്കേണ്ട ബൗണ്ടറികളെ ആത്മാവിൽ പൊളിച്ച് കയറാൻ നിനക്കാവശ്യമുള്ളത് ശക്തിയാണ്.
അത് നൽകി തരുന്നതാണ് പ്രാർത്ഥന. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സുപരിചിതമാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളോട് പറയുന്ന ഒരു മുന്നറിയിപ്പാണ്. എന്താണ് പറയുന്നത്? അവിടെയും പറയുന്നത് മടുപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുള്ളി. എന്താണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം? സ്തോത്രം. എബ്രായ ലേഖനം 12:3 പറയുന്ന വാക്യത്തിന്റെ പശ്ചാത്തലം ക്രിസ്തീയ ഓട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. 1-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 1-ാം വാക്യം ഓട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം, ആ ഓട്ടം എങ്ങനെ ഓടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 1-ാം വാക്യം തുടങ്ങുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ക്ഷീണമുണ്ടാകും, മടുപ്പുണ്ടാകും. ഇവിടെ എബ്രായ ക്രിസ്ത്യാനികൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓട്ടം തുടങ്ങി. പക്ഷെ ഇപ്പൊ അവരുടെ ഉള്ളിൽ ക്ഷീണം വന്നു, മടുപ്പ് വന്നു. പലരുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ അറിയാം, ഉള്ളത്തിൽ വന്ന ക്ഷീണവും മടുപ്പുമാണ് കാരണം. അയ്യോ, നീ ഓട്ടക്കളത്തിൽ കുഴഞ്ഞു വീഴാൻ തുടങ്ങുകയാ, ഓട്ടക്കളത്തിൽ നീ തളർന്നു വീഴാൻ പോകുകയാ, ലക്ഷ്യത്തിലെത്തുകയില്ല. സ്തോത്രം. ഈ സാഹചര്യത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന, തളർച്ച മാറ്റുന്ന ഘടകമാണ് പ്രാർത്ഥന. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു വാചകം പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. യുദ്ധക്കളമാണെങ്കിലും ഓട്ടക്കളമാണെങ്കിലും തളർന്നു വീഴാതിരിക്കാൻ, കുഴഞ്ഞു വീഴാതിരിക്കാൻ, മടുത്തു വീഴാതിരിപ്പാൻ നാം ഏതു നേരത്തും പ്രാർത്ഥനയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക, അതിനായി ജാഗരിക്കുക. സ്തോത്രം. എല്ലാ ദിവസങ്ങളിലും മിക്കവാറും സഭകളിലൊക്കെ ശനിയാഴ്ച രാത്രിയിൽ ഞായറാഴ്ചത്തെ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പണ്ടൊക്കെ സഭാഹോളി വന്നിരുന്നായിരുന്നു പ്രാർത്ഥിക്കുന്നത് ശനിയാഴ്ച രാത്രി. ഈ സൂം വന്നതിന് ശേഷം വലിയ ദോഷമായിപ്പോയി. സ്തോത്രം. ഞാൻ സൂമിനോട് സാഹചര്യം അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷെ സഭാഹോളി പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ പവർ മറ്റൊന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം ഒരു ഓട്ടക്കളത്തിലാണെന്നും യുദ്ധക്കളത്തിലാണെന്നുള്ള ഓർമ്മയോടുകൂടെ നമ്മൾ ഈ രണ്ട് തലത്തിൽ നമ്മൾ നിൽക്കുന്നവരാ. ഒന്ന് യുദ്ധക്കളത്തിലുമാണ്, ഓട്ടക്കളത്തിലുമാണ്. ഈ ഓട്ടക്കളത്തിലും ഈ യുദ്ധക്കളത്തിലും മടുപ്പിക്കാൻ ശത്രു തളർച്ചയും ക്ഷീണവുമായി വരുമ്പോൾ അതിനെ ജയിക്കാൻ ആത്മാവിൽ ഏതു നേരത്തും പ്രാർത്ഥിക്കുക, അതിനായി ജാഗരിക്കുക എന്നുള്ള ആഹ്വാനത്തോടെ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. ഇതൊരു വലിയ പഠനമാണ്. സമയമുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കും. പ്രാർത്ഥന നിങ്ങളുടെ ആയുധങ്ങളെ ചലിപ്പിക്കുന്നതാണ്. ആയുധങ്ങൾ നിഷ്ക്രിയമാകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയില്ലാതെ ആയുധങ്ങൾക്ക് ചലിക്കാൻ കഴിയില്ല. ആകയാൽ പൗലോസ് അത് വെളിപ്പാടിൽ കണ്ടുകൊണ്ടാണ് ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞു നിർത്തിയിട്ട് ഉടനെ പറയുന്നു, ഏതു നേരത്തും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല രാത്രിക്കായി സ്തോത്രം. വചനത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനത്തിന്റെ വെളിപ്പാടുകളെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വീണ്ടും പോരാടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. എല്ലാ മഹത്വം കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നാളത്തെ സഭായോഗങ്ങളോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ കർത്താവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. നാളെ കൃത്യം
8:30 സൺഡേ സ്കൂൾ ആരംഭിച്ച് 9 മണിക്ക് തന്നെ നമുക്ക് സൺഡേ സർവീസ് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ എല്ലാവരും ജോയിൻ ചെയ്യും.